ഹലോ ക്രിക്കറ്റ്. അങ്ങനെ മൂന്നാം തവണയും ഇന്ത്യക്ക് T20 വേൾഡ് കപ്പ് സമ്മാനിച്ച് സൂര്യകുമാറും സംഘവും ഇന്നലെ അഹമ്മദാബാദിൽ നടന്ന മത്സരത്തിൽ 96 റൺസിന് ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി 2026 T20 വേൾഡ് കപ്പ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 3 ചരിത്രപരമായ വസ്തുതകളും ഇന്ത്യ ഇന്നലെ അഹമ്മദാബാദിൽ തിരുത്തി കൊടുക്കുകയും ചെയ്തു. ഒന്നാമത്തെ കാര്യം, ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യ ഇതുവരെ T20 വേൾഡ് കപ്പ് ജയിച്ചിട്ടില്ല എന്നതും. രണ്ടാമത്തേത്, ഹോസ്റ്റ് ചെയ്ത T20 വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്ത ഒരു നേഷൻ പോലും വേൾഡ് കപ്പ് എടുത്തിട്ടില്ല എന്നതും. മൂന്നാമത്തേത്, ബാക്ക് ടു ബാക്ക് ആരും ഇതുവരെ T20 വേൾഡ് കപ്പ് നേടിയിട്ടില്ല എന്നുള്ളതും. അങ്ങനെ 3 ചരിത്രപരമായ വസ്തുതകളെ തിരുത്തിക്കുറിച്ച് ഇന്ത്യ ഇന്നലെ അഹമ്മദാബാദിൽ തങ്ങളുടെ 3ാം ലോക കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റായി നമ്മുടെ സ്വന്തം സഞ്ജു സാംസനെ തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഇന്നലെ 4 ഓവറിൽ വെറും 15 റൺസ് മാത്രം വിട്ടുകഴിഞ്ഞ് 4 വിക്കറ്റ് എടുത്ത ജസ്പ്രീത് ബുംറയാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒരു പക്ഷേ പ്ലെയർ ഓഫ് ദ മാച്ചും പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റും സഞ്ജു നേടുമെന്ന് നമ്മൾ എല്ലാവരും വിശ്വസിച്ച് കരുതിയിരുന്നെങ്കിലും ജസ്പ്രീത് ബുംറയുടെ കിടിലൻ ബോളിംഗ് തന്നെയാണ് അദ്ദേഹത്തെ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുത്തത്. അങ്ങനെ ആശങ്കയോടെയാണ് ഇന്നലെ ഇന്ത്യ T20 വേൾഡ് കപ്പ് ഫൈനലിന് ഇറങ്ങിയത്. അഹമ്മദാബാദിൽ നമുക്കറിയാം 2023 വേൾഡ് കപ്പ് ഫൈനലും അതുപോലെ തന്നെ ഈ വേൾഡ് കപ്പിൽ സൗത്ത് ആഫ്രിക്കയോട് ക്വാർട്ടർ ഫൈനലും തോറ്റൊരു ചരിത്രമുണ്ട്. അപ്പോൾ ആ ഒരു ആശങ്കയോടെ ഇറങ്ങിയ ഇന്ത്യക്ക് ആദ്യം തന്നെ ടോസ് നഷ്ടമായി ചെയ്തു. അപ്പോൾ ആ ഒരു ആശങ്ക ഒന്നുകൂടി വർദ്ധിച്ചെങ്കിലും സഞ്ജു സാംസണും അഭിഷേകും ഇഷാനും കൂടി ആ ഒരു ആശങ്കയെ അടിച്ചകറ്റിയെന്ന് തന്നെ പറയാം. ഓപ്പണിംഗായി വന്നത് സഞ്ജു സാംസണും ഇഷാൻ കിഷനും കൂടിയാണ്. സഞ്ജുവും അഭിഷേകുമാണ്. ആദ്യ പവർ പ്ലേ തന്നെ ഇരുവരും കൂടി 92 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് പവർ പ്ലേയിൽ തന്നെ ഇന്നലെ ഇന്ത്യ അടിച്ചെടുത്തത്. ഈ വേൾഡ് കപ്പിൽ തന്നെ ഏറ്റവും മികച്ച പവർ പ്ലേ സ്കോറും ഇത് തന്നെയാണ്, ഈ 92 റൺസ്. പിന്നെ പുറത്താകാനുള്ളൊരു ടാക്ടിക്സുമായി ഗ്ലെൻ ഫിലിപ്പിനെ 2ാം ഓവർ ജയിച്ചെങ്കിലും ഗ്ലെൻ ഫിലിപ്പിനെ വളരെ കരുതലോടെ തന്നെയാണ് അഭിഷേക് ഇന്നലെ നേരിട്ടതും. പിന്നീടാണ് ലോക്കി ഫെർഗ്യൂസിനെ അടിച്ച് പറത്തി. അതായത് ലോക്കി ഫെർഗ്യൂസ് അടിച്ച 4ാം ഓവറിൽ 24 റൺസാണ് സഞ്ജു ഇന്നലെ നേടിയത്. അതിലൊരുപാട് വൈഡുകളുണ്ടായിരുന്നു. തുടർച്ചയായി ലെഗ് സൈഡിലേക്ക് വൈഡുകൾ എറിഞ്ഞ് അവരുടെ ടാക്ടിക്സ് ആയിരിക്കണം ലെഗ് സൈഡ് ലെഗ് ഓണിലേക്ക് ഒരു ഫീൽഡർ നിർത്തി ലെഗ് സൈഡിൽ ഒരു ക്യാച്ച് എടുക്കാൻ. പക്ഷേ അതൊന്നും സഞ്ജുവിനെ വീഴ്ത്താൻ അവർക്ക് സാധിച്ചില്ല എന്നൊന്നും വേണമെന്ന് പറയാം. അങ്ങനെ സഞ്ജു അഭിഷേകും കൂടി 98 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് ആദ്യ വിക്കറ്റിൽ തന്നെ നേടിയത്. അഭിഷേക് ശർമ്മ 18 പന്തിൽ 50 തേക്കുകയും കിടിലൻ ഒരു തീപ്പിടി തുടക്കം തന്നെ ഇന്ത്യക്ക് സമ്മാനിക്കുകയും ചെയ്തു. പിന്നെ 8ാം ഓവർ വന്ന രജീന്ദ്രനെതിരെയാണ് ആദ്യ ബോളിൽ തന്നെ അഭിഷേകിനെ മടക്കി ന്യൂസിലാൻഡിനൊരു ബ്രേക്ക് ത്രൂ നൽകുന്നത്. എന്നാൽ 2ാം വിക്കറ്റിൽ ഇഷാനും സഞ്ജുവും കൂടി 105 റൺസിൻ്റെ പാർട്ണർഷിപ്പ് ആ ഒരു ഇരുവരും കൂടി നേടിയത്. അങ്ങനെ ഇന്ത്യൻ സ്കോർ 200 കടത്താനും സഹായിച്ചു. 15 ഓവറിൽ ഇന്ത്യൻ സ്കോർ 200 കടന്നു. ഒരു പക്ഷേ 300 എന്ന ടോട്ടലിലേക്ക് പോലും ഇന്ത്യ എത്തുമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെയാണ് 6ാം ഓവർ കഴിയുമ്പോൾ ജിമ്മി നീഷമാണ് ഇന്ത്യ ഒരു ചെറിയൊരു കൊളാപ്സിലേക്ക് തള്ളിവിടുന്നത്. അതുപോലെ തന്നെ സഞ്ജു സാംസനെ പുറത്താക്കി ജിമ്മി നീഷാൻ ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവന്നു. ആ ഓവറിൽ തന്നെ ഇഷാൻ കിഷനെയും അതുപോലെ തന്നെ സൂര്യകുമാർ യാദവിനെയും ജിമ്മി നീഷാൻ പുറത്താക്കുകയായിരുന്നു. അങ്ങനെ 203-1 എന്ന നിലയിൽ നിന്ന ഇന്ത്യൻ സ്കോർ 203-4 എന്ന നിലയിലേക്ക് ചെറിയൊരു കൊളാപ്സ് ആവുകയായിരുന്നു. സൂര്യകുമാർ യാദവ് ഫസ്റ്റ് ബോളിൽ തന്നെ ഗോൾഡൻ ഡക്കായി മാറുകയായിരുന്നു. ഇഷാൻ കിഷൻ 25 പന്തിൽ 54 റൺസ്, 4 ഫോറും 4 സിക്സും കൂടെ 54 റൺസ് ആണ് എടുത്ത് മടങ്ങിയത്. അതുപോലെ തന്നെ നമ്മുടെ സഞ്ജു സാംസൺ 8 സിക്സും 5 ഫോറും ഉൾപ്പെടെ 46 പന്തിൽ 89 റൺസ്. അതായത് വീണ്ടും ഒരു സെൽഫ്ലെസ് ഇന്നിങ്സ് തന്നെയായിരുന്നു ഇന്നലെ സഞ്ജു സാംസൻ്റെ ഭാഗത്തുനിന്നും കണ്ടത്. കാരണം സെഞ്ചുറിക്ക് വേണ്ടി നിൽക്കാതെ ടീമിന് വേണ്ടി മാത്രം കളിക്കുന്ന ഒരു വളരെ റയറായ പ്ലെയറുകളൊന്നും ഈവൻ വിരാട് കോഹ്ലി ആയാലും രോഹിത് ആയാലും സച്ചിൻ ടെണ്ടുൽക്കർ വരെ ആയാലും ഒരു 90 ഒക്കെ ആകുമ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടിരുന്നു. പക്ഷേ സഞ്ജുവിൽ നിന്ന് അത് നമ്മൾ കണ്ടില്ല. പുള്ളി അറിയാം ഒരു പക്ഷേ ഔട്ടായിരിക്കാം, പക്ഷേ സെഞ്ചുറി നേടാനായാലും തൻ്റെ ടീമിന് വേണ്ടി നല്ല മത്സരം കാഴ്ചവെക്കുക തന്നെ കൊണ്ടാവുന്ന സാധ്യത. അതാണ് നല്ല സഞ്ജു കാഴ്ചവെച്ചത്. ആ ഒരു സെൽഫ്ലെസ് ഇന്നിങ്സിൽ കൊടുക്കാൻ ബിഗ് സല്യൂട്ട്. അങ്ങനെ സഞ്ജു പോയി, സൂര്യ പോയി, ഇഷാൻ കിഷൻ പോയി, ഹാർദിക് വരുന്നു. ഹാർദിക്കിൻ്റെ ചെറിയൊരു ഇന്നിങ്സ്, ഒരു 18 റൺസിൻ്റെ ഒരു ക്യാമ്പിങ്. അത് കഴിഞ്ഞ് 5ാമതാണ് ശിവൻ ദുബെ ഇന്ത്യൻ സ്കോർ 250 കടത്തുകയാണ്.
8 ബോളിൽ 25 റൺസാണ് ശിവൻ ദുബെ അടിച്ചത്. അതിൽ 3 4ഉം 2 6ഉം ഉൾപ്പെടുന്നു. അങ്ങനെ ന്യൂസിലാൻഡിന് 256 റൺസിൻ്റെ ബിഗ് ടാർഗറ്റ് ഇന്ത്യ മുന്നിൽ വയ്ക്കുകയാണ്. ഇന്ത്യയുടെ 256 എന്ന സ്കോർ ചേസ് ചെയ്യാനെങ്കിൽ ന്യൂസിലാൻഡിൻ്റെ തുടക്കം തന്നെ തകർച്ചയോടെ തന്നെയായിരുന്നു. ഫിന്നലൻ, ഗ്ലെൻ ഫിലിപ്സ്, രജിൻ രവീന്ദ്ര എന്നീ 3 ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരെ ഇന്ത്യ പവർ പ്ലേയിൽ തന്നെ പറഞ്ഞുവിടുകയായിരുന്നു. ന്യൂസിലാൻഡ് ബാറ്റിങ്ങിൽ ആകെ തിളങ്ങാനായത് ടിം സീഫർട്ടും ക്യാപ്റ്റൻ മിച്ചൽ സാന്റ്നറും മാത്രമായിരുന്നു. ടിം സീഫർട്ട് 25 പന്തിൽ 4 4ഉം 4 6ഉം 2 4ഉം അങ്ങനെ എന്താണ് 52 റൺസ് എടുത്തു. അതുപോലെ തന്നെ മിച്ചൽ സാന്റ്നറായാലും ഒരു 43 റൺസ് ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തു. 5ാം വിക്കറ്റിൽ മിച്ചൽ സാന്റ്നറും ഡാരി മിച്ചലും കൂടി ഒരു 52 റൺസിൻ്റെ പാർട്ണർഷിപ്പ് കഴിഞ്ഞാലും അതൊന്നും ഒരു ജയിക്കാൻ അത്ര ഒരു ചെറിയൊരു സ്കോറൊന്നുമല്ല. 250 എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഓവർ 10 എബോവ് റിക്കോർഡ് റൺ റേറ്റിൽ കളിക്കേണ്ട ഒരു മാച്ച് തന്നെയായിരുന്നു. ആ ഒരു ചെറിയൊരു സ്കോറും പിന്നെ കൃത്യമായിട്ട് ഇന്ത്യൻ ബോളർമാർ വിക്കറ്റുകൾ വീഴ്ത്തിയോടെ തന്നെ ന്യൂസിലാൻഡിൻ്റെ കാര്യം തീരുമാനമായി. അക്സർ പട്ടേൽ 3ഉം ജസ്പ്രീത് ബുംറ 4ഉമാണ് ഇന്നലെ ഇന്ത്യക്ക് വേണ്ടി വിക്കറ്റുകൾ എടുത്തത്. വരുൺ ചക്രവർത്തി മാത്രമാണ് കുറച്ച് എക്സ്പെൻസീവ് ആയത്. 3 ഓവറിൽ 39 റൺസ് വഴങ്ങി 1 വിക്കറ്റ് മാത്രമാണ് ഇന്നലെ വരുൺ ചക്രവർത്തിക്ക് നേടാനായത്. അങ്ങനെ 19ാം ഓവർ കഴിയുന്ന അഭിഷേക് ശർമ്മ അവസാന ബോളിൽ ജേക്കബ് ഡഫിയെ തിലക് വർമ്മയുടെ കൈകളിൽ എത്തിച്ച് ഇന്ത്യക്ക് 3ാം T20 വേൾഡ് കപ്പ് കിരീടം നേടിക്കൊടുത്തു. വന്നാഘോഷപ്രകടനമായിരുന്നു. നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാം, അതുപോലെ തന്നെ നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാം. സഞ്ജു സാംസൻ്റെ ആ ഒരു കിഡിലൻ കംബാക്ക്, ആ ഒരു ഫോമായ ടൈമിങ്, ക്വാർട്ടർ ഫൈനൽ തൊട്ട് സെമി ഫൈനൽ വരെ 3 ഇന്നിങ്സിൽ കിഡിലൻ ഇന്നിങ്സ്, എടുത്തു വയ്ക്കാൻ പറ്റിയ ഇന്നിങ്സ്. ഒരു തരത്തിൽ ഇനി സഞ്ജുവിനെ അവഗണിക്കാൻ പാടില്ല. ഇപ്പോൾ ഈ അഭിഷേക് ശർമ്മയെ 3 കളി ഫോമായി ഡക്കടിച്ചിട്ടും പരിഗണിച്ചത് എന്തുകൊണ്ടാണ്? കാരണം അദ്ദേഹം നമ്പർ 1 T20 ബാറ്ററായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു 3 ഇന്നിങ്സ് വെച്ച് ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത തരത്തിൽ സഞ്ജു സാംസൺ ഇന്ത്യയുടെ ഭാഗമായി കഴിഞ്ഞു. ഇനിയൊരിക്കലും T20 ടീമിൽ പരിക്കോ മറ്റു സാഹചര്യങ്ങളോ അല്ലാതെ സഞ്ജു സാംസനെ അവഗണിക്കാൻ ഇന്ത്യൻ ടീമിന് കഴിയില്ല. അപ്പോൾ ഇനിയുള്ള T20 മത്സരങ്ങളിലും 1 ഡേയ്സിലും ഒരു പക്ഷേ സഞ്ജു വന്നു നിന്നിരിക്കാം. അപ്പോൾ ഇനി IPL ആണ്. IPL 28 മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ IPL വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.